ഡ്യൂൺ പാർട്ട് 2 ഇപ്പം കണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ വാട്ട് എ മൂവി മാൻ. അതായത് നൂറ്റാണ്ടുകളിലൊക്കെ സംഭവിക്കുന്ന ഒന്നോ രണ്ടോ ചില സിനിമകളുണ്ട്, അതുപോലത്തെ ഒരു ഐറ്റമാണ് ഈ ഒരു ഡ്യൂൺ പാർട്ട് 2 എന്ന് പറയുന്നത്. ഇത്രയ്ക്കും ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഇത്രയ്ക്കും ടെക്നിക്കലി പീക്കായിട്ടുള്ള ഒരു സിനിമ അത് റീസെൻ്റ്ലി കണ്ടിട്ടില്ല. ഈവൻ ഒപ്പൻഹൈമർ കണ്ട സമയത്ത് പോലും ടെക്നിക്കൽ സൈഡ് കണ്ട് ഞെട്ടിപ്പോയിരുന്നു. പക്ഷേ ഡ്യൂണിൻ്റെ ടെക്നിക്കൽ സൈഡ് കണ്ടപ്പോഴത്തേനാണ് മനസ്സിലായത് അതൊന്നും അല്ല എന്നുള്ളത്. അമ്മാതിരി ലെവൽ ഐറ്റം. ഞാൻ ഒപ്പൻഹൈമറിനെ താഴ്ത്തി പറഞ്ഞിട്ട് ഡ്യൂണ് ഗംഭീരമാണെന്ന് പറയുന്നൊന്നുമല്ല, പക്ഷേ ഈ ഒരു മൂവി ഇത് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോഴത്തേനും മനസ്സിലാകും ഇതിൻ്റെ ലെവൽ എന്താണെന്ന്, ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് എത്രത്തോളം പീക്കാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഡെന്നീസ് വെല്ലിനോ എന്ന് പറയുന്ന ഡയറക്ടർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു മാജിക്കാണ്. അത് തിയേറ്ററിൽ എത്ര വലിയ സ്ക്രീനിൽ എത്ര ഗംഭീര സൗണ്ട് ക്വാളിറ്റി കാണാൻ പറ്റുമോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലൈഫ് ടൈമിൽ വല്ലപ്പോഴും ഉണ്ടാകുന്നൊരു സംഭവമായിരിക്കും. അതിലൊരു എക്സ്പീരിയൻസ് കിട്ടി വന്നിരിക്കുകയാണ്. അതായത് ആ ഒരു സിനിമ കണ്ട് ഒരു 15 മിനിറ്റ് പോലും ആയിട്ടില്ല, ഞാൻ നേരെ തിയേറ്ററിൽ നിന്ന് ഓടി വന്ന് എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറി കയറിയിരുന്നാണ് ഞാനിപ്പോൾ ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. കാരണം അത്രമാത്രം എക്സൈറ്റഡ് ആയിട്ടാണ് പറയുന്നത്. പാതിരാത്രി 11 മണിയായപ്പോൾ ഇറങ്ങി വെളുപ്പിന് 12 മണി, അതായത് ഇവിടെ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഏറ്റവും ആദ്യത്തെ ഷോ 12 മണിയുടെ ഷോ കയറിയിരുന്ന് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സിനിമയുടെ റിവ്യൂ ചെയ്യുന്നത്. ആൻഡ് എനിക്കൊരു തുള്ളി പോലും ഉറക്കം വരാണ്ട് ഈ ഒരു സിനിമ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റി. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് കുറച്ച് പതിഞ്ഞ താളത്തിലാണ് പോയെങ്കിൽ കൂടെ പിന്നീട് അങ്ങോട്ട് മൂവിയുടെ ആ ഒരു ഗ്രാഫ് തന്നെ വേറെ ലെവലായിട്ട് മാറി ക്ലൈമാക്സ് പോർഷൻസിലേക്കൊക്കെ എത്തിയപ്പോൾ എസ്പെഷ്യലി ലാസ്റ്റ് ഹാഫ് ആൻഡ് അവർ എന്ന് പറയുന്നത് ഒരു മാസ്മരിക് ഐറ്റമായിരുന്നു. ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങ് പോകും. അമ്മാതിരി ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഹാൻസ് സിമ്മറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസിനെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യം, അങ്ങേര് അതുപോലത്തെ ഒരു ഐറ്റമാണ്, അങ്ങേര് അതുപോലെ സെറ്റാക്കി വെക്കും. പക്ഷേ ഈ ഒരു പടത്തിനകത്ത് അങ്ങേര് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ മൊത്തത്തിൽ ആ ഒരു സിനിമയുടെ സൗണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, അതിങ്ങനെ ഇപ്പോഴും ചെവിക്കകത്തോടെ കേൾക്കാൻ പറ്റും. അത് ഡോൾബൈ അറ്റ്മോസിനകത്ത് ഏറ്റവും നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ളൊരു തിയേറ്ററിൽ ഇരുന്ന് കാണുകയാണെങ്കിൽ അതൊരു വല്ലാത്ത ജാതി എക്സ്പീരിയൻസ് ആയിരിക്കും. ഡ്യൂണിൻ്റെ ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ പോയി കാണുവാൻ സാധിച്ചിരുന്നില്ല. കൊറോണയും സംഭവങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ മുങ്ങിപ്പോയൊരു പടമായിരുന്നു ഡ്യൂൺ ഫസ്റ്റ് പാർട്ട്. പക്ഷേ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കത്തില്ല. ഇത് ഹൈപ്പ് ഈസ് റിയൽ. ഈ ഒരു സിനിമ നല്ല പോലെ കൊയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓസ്കാറിലൊക്കെ ടെക്നിക്കൽ സൈഡ് വെച്ച് ഒരുപാട് തൂക്ക് നടത്തിയിരിക്കും. VFX എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്ര മാരകമായിട്ട് സെറ്റാക്കാവോ അതുപോലെ ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് VFX. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വേണമെങ്കിൽ നമുക്ക് എടുത്തെടുത്ത് പറയാൻ സാധിക്കും. പെർഫെക്റ്റ് മൂവി. പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അട്ടർ ലെവൽ സാധനമാണ്. ഡെന്നീസ് വെല്ലിനോ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ മാസ്റ്റർ ക്രാഫ്റ്റാണിത്. അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് വർക്ക്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലാസ്റ്റ് 5 സിനിമകൾ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും മോഡേൺ ഡയറക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നൊരു ഐറ്റമാണ്. ഈവൻ ക്രിസ്റ്റഫർ നോളനായിട്ട് വരെ വേണമെങ്കിൽ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുവാൻ പറ്റുന്നൊരു ഐറ്റമാണ് ഡെന്നീസ് വെല്ലിനോ എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഇപ്പം കറൻ്റ്ലി ഈ ഒരു ഹോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള മോഡേൺ ഫിലിം സെറ്റ് ചെയ്ത് വെക്കുന്നൊരു ഡയറക്ടർ ഈ ഒരു ഡെന്നീസ് വെല്ലിനോ ആണ്. ഇദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് 5 സിനിമകൾ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാവും. അതൊരു ലെവലിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ പെർഫോമൻസുകൾ, അതായത് തിമോത്തി ഷാലമേസ് ഇവരൊക്കെ വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓസ്റ്റിൻ ബട്ട്ലറിൻ്റെ ആ ഒരു പുതിയ ക്യാരക്ടർ, ഒരു ഫെയ്ഡ് റോത്താങ്, അങ്ങനെ ഒരു ക്യാരക്ടറിനെയാണ് ഈ ഒരു ആക്ടർ അവതരിപ്പിച്ചത്. അത് പീക്കായിരുന്നു, ഒരു വേറെ ലെവൽ വില്ലൻ. അതായത് നമ്മൾ ഡേവിഡ് ബാറ്റിസ്റ്റയുടെ ഒരു വില്ലനെ കണ്ടിട്ടാണ് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. പക്ഷേ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേനും അതിലും വലിയൊരു മാരക ഐറ്റം ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ വേറെ ലെവലായിട്ടുള്ളൊരു ഐറ്റം. റെബേക്ക ഫെർഗൂസൻ്റെ ജെസിക്ക എന്ന് പറയുന്ന ക്യാരക്ടറും വേറെ ലെവലായിരുന്നു. അങ്ങനെ എന്താ സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കണം. കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോഴത്തേനും കിട്ടുന്നൊരു വല്ലാത്ത ജാതി സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഒരു വല്ലാത്ത ജാതി ഫീലുണ്ട്. അത് ഈ ഒരു സിനിമയ്ക്ക് എക്സ്ട്രീം ലെവലിൽ തരാൻ പറ്റി. കണ്ടിരുന്ന ഓരോ മൊമെൻറ്റ് ആസ്വദിച്ച് കാണാൻ പറ്റിയെന്ന് വേണം പറയാൻ. ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷൻസിലേക്കൊക്കെ വന്നപ്പോഴത്തേന് സിനിമയുടെ ആ ഒരു പവർന്ന് തന്നെ പറയുന്നത് വേറെ ലെവലായിരുന്നു. അയ്യോ സൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വേംസ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ, അത് ആ തിയേറ്ററിൽ ഇരുന്ന് കേൾക്കുമ്പോഴത്തേനും കിട്ടുന്ന എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഇതൊരു ജാതി പടമായിരുന്നു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് അവതാർ കാണാൻ പോയപ്പോഴത്തേനാണ്, അവതാറിൻ്റെ ദ വേ ഓഫ് വാട്ടർ കാണാൻ പോയപ്പോഴാണ് ടെക്നിക്കലി ഇത്ര ഗംഭീരമായിട്ടുള്ളൊരു ഐറ്റം തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റിയത്. അതായത് ഒരു ലൈവ് ആക്ഷൻ മൂവിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അതിനെക്കഴിഞ്ഞും കുറച്ചും കൂടെ അതിനെക്കഴിഞ്ഞും ഫാർ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഈ ഒരു മൂവി ഫീൽ ചെയ്തത്. അവർ ആ ഒരു വേൾഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യത്തിന് പോലും ഡീറ്റെയിലിംഗ് കൊടുക്കുവാൻ ശ്രദ്ധിച്ചേക്കുന്ന ഡെന്നീസ് വെല്ലിനോ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ആ ഒരു വിഷൻ,
അത് നമ്മൾ കാണാണ്ട് പോകാൻ വയ്യ. നിങ്ങൾ ഈ ഒരു സിനിമയെ പറ്റി കേട്ടു, ഡ്യൂൺ പാർട്ട് 1 കണ്ടൊരു വ്യക്തിയാണ്, ഡ്യൂൺ പാർട്ട് 2 കാണാൻ വേണ്ടി നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ OTT വരാനൊന്നും നോക്കിയിരിക്കരുത്. ഇതൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി കാണേണ്ട ഐറ്റംസാണ്. ഇതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ക്യാഷ് വെർത്തായി എന്നുള്ളൊരു ചിന്ത വരും. അതൊരു ലെവൽ മേക്കിംഗ് ആണ്. ഇത്രയും ലെവലൊരു സാധനം ഞാൻ റീസെൻ്റ്ലി കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് അപ്പോക്കലിപ്റ്റോ എന്ന് പറയുന്ന നമ്മുടെ മെൽ ഗിബ്സന്റെ മൂവി കണ്ട സമയത്ത് ഒരുപാട് കൈൻഡ് ഓഫ് ഫീലിംഗ് കിട്ടിയത്. അതായത് ആ ഒരു മായൻ സാമ്രാജ്യത്തിലോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക കൈൻഡ് ഓഫ് വൈബ് ഉണ്ട്. അതുപോലത്തെ ഒരുപാട് ഹൈപ്ഡ് മൊമെൻറ്റ്സ് ഈ ഒരു സിനിമയ്ക്കകത്ത് എനിക്ക് പേഴ്സണലി ചില പ്രോഫസിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില റിലീജിയസ് ഷോട്ട്സ് ഒക്കെ കണ്ടപ്പോഴത്തേനും, അല്ലെങ്കിൽ ചില റിലീജിയസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടപ്പോഴത്തേനും ആ ഒരു അപ്പോക്കലിപ്റ്റോ ആണ് മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത്. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. കുറച്ചും കൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് ഈ ഒരു സിനിമ മെയിനായിട്ടും പോകുന്നത്. നമ്മുടെ പോൾ അട്രീഡീസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു മെസ്സായെ പോലെ ആയതിനു ശേഷം എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു വലിയൊരു റിബല്യൺ ഉണ്ടാക്കിക്കൊണ്ട് തൻ്റെ അച്ഛനെ കൊന്നവർക്കെതിരെ പ്രതികാരം നടത്താൻ പോകുന്നതെന്നൊക്കെ ബന്ധപ്പെടുത്തി വളരെ ഗംഭീരമായിട്ട് ഈ ഒരു സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വളരെ ഗംഭീര റിവ്യൂസ് ആണ് വരുന്നത്. എനിക്ക് പേഴ്സണലി ഒരു വല്ലാത്ത ജാതി എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അടുത്തുള്ള ഏതെങ്കിലും തിയേറ്ററിലുണ്ടെങ്കിൽ ഈ ഒരു സിനിമ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ മിസ് ചെയ്യരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. ദിസ് മൂവി ഈസ് സംതിങ് എൽസ്. ഒരു രക്ഷയില്ല.